ഏകദേശം എല്ലാം റെഡിയായി. ഖന്ന സാറേ, മജിസ്ട്രേറ്റ് വന്നിട്ടുണ്ട്. എവിടെയാടാ മജീഷ്യൻ? സർ, സിറ്റിയിൽ മാജിക് കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ പക്കൽ എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ട്. ഡാ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. നിങ്ങൾ പോയിക്കോ. ഞങ്ങൾ അങ്ങനെയല്ല, കിറ്റിയെ വിളിക്കാനാണ് വന്നത്. സംശയമുണ്ടോ? കിറ്റി എവിടെ പോയി? റൺഔട്ട് ആയി കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻ ഫീൽഡിന് പുറത്താണ്. കിറ്റി 2 ദിവസമായി ഗ്യാരേജിനകത്താണ്. അടികൈ. അങ്ങ് 2 ദിവസമായിട്ട് കിറ്റിയെ ഗ്യാരേജിനകത്ത് അടച്ചു വെച്ചിരിക്കുകയാണോ? പോരാത്തതിന് ഇതിന് ഞങ്ങൾ കൈയടിക്കും വേണല്ലേ? നീ എന്ത് മണ്ടത്തരമാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കെന്താ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടെന്ന് കരുതിയോ? ഞാൻ എന്തിനാ കിറ്റി അടച്ചു വെക്കുന്നത്? അവള് കളിക്കാനും വന്നില്ല. അവൾ എന്തെടുക്കുവാ? നാട് മുഴുവൻ നന്നായിട്ട് മഴ പെയ്യുന്നു. കിറ്റി അതിനകത്ത് എന്തോ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അടികൈ. കൈയടിക്കില്ല. അവള് ഗ്യാരേജിനകത്ത് ഇരിക്കുക. അവള് ഗ്യാരേജിനകത്ത് ഇരിക്കുമ്പോൾ എന്നെ കൊണ്ട് എങ്ങനെ കൈയടിക്കാനാകും? ഇടാ മരക്കഴുതേ, അവള് കാട്ടിലല്ല ഗ്യാരേജിലാ. അവൾ എന്തോ സയൻസ് പ്രോജക്ട് ചെയ്തോണ്ടിരിക്കുക. പെർഫെക്റ്റ്. ഇനി എന്നാലും സ്റ്റാർട്ട് ചെയ്യാം. അവധി വന്നാൽ എല്ലാവരും നാട്ടിലേക്ക് പോവുകയാണ്. കിറ്റി എക്സ്പെരിമെന്റ് എന്ന പേരിൽ ധാന്യം പൊടിക്കുകയാണ്. അടികൈ. എന്റെ എക്സ്പെരിമെന്റിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടായി. നീ എന്താണ് ചെയ്തേ? കോമ്പറ്റീഷന് വേണ്ടി സയൻസ് പ്രോജക്ട് ചെയ്യായിരുന്നു. എന്ത് പ്രോജക്റ്റ് അത്? മാവ് കുഴച്ചാൽ അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കാമല്ലോ. വെരി ഫണ്ണി. ഇങ്ങനെ ഒരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. മര്യാദ പോവാൻ നോക്ക്. ശരിയാണ്, ഇതും ശരി തന്നെയാ. ഓ, ഈ ബെൽറ്റ് ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാം പുറത്തായത്. സർ, സർ. കാക്ക എന്തിനാണ് വെറുതെ കുളിക്കുന്നത്? കിറ്റി, നീ എന്തിനാണ് വെറുതെ എന്നെ വിളിക്കുന്നത്? അടികൈ. എന്റെ സയൻസ് പ്രോജക്ട് റെഡി ആയിരിക്കുകയാണ്. ദേ നോക്കി. ഇപ്പൊ ഞാനിതിനെ എക്സിബിഷന് വേണ്ടി കൊണ്ടുപോകാൻ പോവുകയാ. എനിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും. ലോകം മുഴുവൻ ഇനി എന്റെ പേര് മാത്രമേ പറയുകയുള്ളൂ. എന്റെ കിറ്റി ലോകം മുഴുവൻ ലക്ഷറി കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാർ കൊണ്ട് നിനക്ക് എന്ത് പ്രൈസാ കിട്ടാൻ പോണേ? സർ, ഇത് കാറല്ല, 2 in 1 ആണ്. 2 in 1 ഒക്കെ 50 വർഷം മുമ്പ് തന്നെ ചെയ്തു കഴിഞ്ഞതാണ്. റേഡിയോ ടേപ്പ് റെക്കോർഡർ എന്ന പേരിൽ. നീ വേണമെങ്കിൽ 4 in 1 5 in 1 ഉണ്ടാക്ക്. സർ, ഇത് മ്യൂസിക് സിസ്റ്റം അല്ല, ഇത് ബാറ്ററിയിൽ പോകുന്ന കാറാണ്. കൂടാതെ ധാന്യവും പൊടിക്കും. ആണോ? അതെ. ഈ കാർ ഓടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ധാന്യങ്ങൾ പൊടിക്കാനും കൂടാതെ മസാലാസ് പൊടിക്കാനും കഴിയും. പ്രൊഫഷണൽ ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മൊബൈൽ ഐറ്റം എന്നൊക്കെ പറയുന്ന പോലെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി മാവരച്ച് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. വെള്ളത്തിലൂടെ മനുഷ്യൻ നടക്കുന്നു. നീ മാവരച്ച് കാശുണ്ടാക്കാൻ പോകുന്നു. അടികൈ. തീർച്ചയായും സർ, ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുകയാണ്. മാവരയ്ക്കുന്നവർ ഇത് വെച്ച് കാശുണ്ടാക്കും. ഓ, അങ്ങനെ. സാർ ഒന്ന് നിൽക്കൂ, ഞാനിത് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോ സുഖമായിട്ട് കാർ ഓടിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. അതേസമയം തന്നെ മിഷൻ ധാന്യങ്ങളും പൊടിച്ചുകൊണ്ടേയിരിക്കും.
നിങ്ങൾക്ക് എന്നാ കുറച്ച് പതുക്കെ വന്നോടായിരുന്നു. നിങ്ങൾ കാരണം എന്റെ അധ്വാനം മുഴുവൻ വേസ്റ്റ് ആയി. ഇതുപോലത്തെ കാർ തീർച്ചയായിട്ടും ചന്തയിൽ വാങ്ങാൻ കഴിയല്ലോ. പഠിക്കാതെ പോയാൽ പരീക്ഷ എഴുതാൻ പാടാണ്. ഇത് വെറും കാറല്ല, തേനീച്ച കൂടാണ്. അടികൈ വിട്ടേക്ക്, മറന്നേക്ക്. ഇതിന് ആരും കൈയടിക്കണ്ട. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാ, എല്ലാം മൊത്തത്തിൽ നശിച്ചു. കിറ്റി, നീ പേടിക്കണ്ട, ഇതെല്ലാം ഞാൻ ശരിയാക്കി തരാം. വിഷമിക്കാതിരിക്ക്, എല്ലാത്തിനും ഞങ്ങളുണ്ടല്ലോ കൂടെ. ഞാൻ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വന്നേക്കാം. ഹരി, നീ എന്താ കാണിക്കുന്നേ? പൈപ്പിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല, കാരണം മാറ്റിയിട്. ഈ കാർ എങ്ങനെയാ ഇപ്പൊ ഓടുന്നത്? ഞങ്ങൾ നന്നാക്കിയല്ലോ. സംശയമുണ്ടോ? ഇല്ല, ഈ കാർ ബാറ്ററിയിലാ ഓടുന്നത്. ബാറ്ററി ആണെങ്കിൽ ഇപ്പൊ പുറത്താ കിടക്കുന്നത്. ഇഞ്ചിൻ മുഴുവൻ വെള്ളം കയറിയിരിക്കുക. എനിക്ക് തോന്നുന്നത് മാവരയ്ക്കുന്ന മിഷൻ വഴി വെള്ളം അകത്തേക്ക് കേറിയിട്ടുണ്ടാവും. മഴ പെയ്തപ്പോൾ കുറുക്കന്റെ ചായം മാഞ്ഞു. ഈ കാർ വെള്ളത്തിലോടുന്ന കാറായി മാറിയോ അടികൈ? അപ്പോൾ നമ്മൾ വെള്ളത്തിലോടുന്ന കാർ നിർമ്മിച്ചിരിക്കുകയാണ്. വൗ, വെള്ളത്തിലോടുന്ന കാറോ? അങ്ങനെയാണെങ്കിൽ സയൻസ് എക്സിബിഷനിൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത്. അടുത്ത നമ്പർ നമ്മുടേതാണ്. യെസ്, നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് പറയൂ. സർ, ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞ ലോകം തന്നെ ഭ്രമിച്ചു പോകും. ഞാൻ വെള്ളത്തിലോടുന്ന കാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. വെള്ളത്തിലോടുന്ന കാറോ? യെസ് സർ. ഡെമോൺസ്ട്രേഷൻ കാണിക്കൂ. ഇതെന്തുകൊണ്ടാ സ്റ്റാർട്ട് ആകാത്തത്? സ്റ്റാർട്ട് ആക്. കിറ്റി, വീണ്ടും ഒന്നുകൂടെ നോക്ക്. കിറ്റി, വേഗം പുറത്തേക്ക് വാ. ഹണി, ഒന്നുകൂടി ഊത്. സാർ, കിറ്റി ഉണ്ടാക്കിയത് കാറ്റിലൂടെ ഓടുന്ന കാറിനെയാണ്. അതെ, കാറ്റിൽ എങ്ങനെയാണ് കാർ ഓടുന്നത്? ഞാൻ കാണിച്ചു തരാം. കിറ്റി, ഇനി നീ കാർ ഓടിക്കേ. ഇത് ബെസ്റ്റ് എക്സ്പെരിമെന്റ് ആണ്. ഇന്നത്തെ എക്സിബിഷനിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മിസ് കിറ്റിക്കാണ്. ഹായ്, ഞങ്ങൾക്ക് ഓട്ടോമൊബൈൽ കമ്പനിയുണ്ട്. ഞങ്ങൾ ഒരുപാട് കാറുകൾ നിർമ്മിക്കുന്നു. കാറ്റിലോടുന്ന ഈ കാറിന്റെ ഫോർമുല ഞങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. നാളെ തന്നെ 10 ലക്ഷം രൂപ അഡ്വാൻസ് തന്നേക്കാം. 10 ലക്ഷമോ? ആ, ഇത് വെറും അഡ്വാൻസ് ആണ്. ബാക്കി എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തീർച്ചയായിട്ടും തന്നേക്കാം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ കോമ്പറ്റീഷൻ ജയിച്ചിരിക്കുകയാണ്. കൂടാതെ ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു. നമ്മൾ ഒന്നിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. താങ്ക് യു സോ മച്ച്.